കേരളത്തിൽ ഏറെ ചർച്ചയായ മുത്തങ്ങ ഭൂസമരത്തിൽ പങ്കെടുത്ത ആദിവാസികൾക്ക് നേരെയുള്ള ക്രൂരമായ പോലീസ് അതിക്രമത്തിൻ്റെയും അത്തരത്തിൽ കേരളം കണ്ട ആദിവാസി സമരങ്ങളുടെയും ചുവടുപിടിച്ചുകൊണ്ട് അനുരാജ് മനോഹർ ടോവിനോ തോമസിനെ നായകനാക്കി ഒരുക്കിയിരിക്കുന്ന നരിവേട്ട തിയേറ്റർ വിജയം തുടരുന്നു. ഒരേ സമയം പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്നതും വേട്ടയാടുന്നതുമായ അനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നത്. 10 കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം 3 ദിവസം കൊണ്ട് 15 കോടി രൂപ ആഗോള കളക്ഷൻ നേടി. മഴയെപ്പോലും വകവയ്ക്കാതെ തിയേറ്ററുകൾ തോറും ഹൗസ്ഫുൾ ഷോകളുമായാണ് പ്രേക്ഷകർ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. ആദിവാസികൾക്ക് നേരെയുള്ള അത്യന്തം ദാരുണമായ പോലീസ് നരനായിട്ടാണ് പ്രേക്ഷകരുടെ ഉള്ളിൽ തട്ടും വിധമാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാണുന്നവരുടെ ചങ്കിൽ കൊള്ളുന്നതാണ് സിനിമയിലെ ദൃശ്യങ്ങൾ. ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ കഥ പറച്ചിൽ. ടോവിനോ തോമസാണ് ചിത്രത്തിൽ വർഗീസ് എന്ന കോൺസ്റ്റബിളായി എത്തിയിരിക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെ പോലീസിലേക്ക് എത്തിയ വർഗീസ് ചിയമ്പം ഭൂസമരം നടക്കുന്ന കാട്ടിൽ എത്തിച്ചേരുന്നതും തുടർ സംഭവങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ചടുലവും തീവ്രവും അതിസൂക്ഷ്മവുമായ കഥാഗതിയാണ് നരിവേട്ടയെ വ്യത്യസ്തമാക്കുന്നത്. പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഇഷ്കിന് ശേഷം അനുരാജ് ഒരുക്കിയിരിക്കുന്ന ചിത്രവുമാണ് നരിവേട്ട. ഒരു തുണ്ട് ഭൂമിക്കു വേണ്ടിയുള്ള ആദിവാസികളുടെ ജീവമരണ പോരാട്ടങ്ങളെ അതേ തീവ്രതയോടെയാണ് എഴുത്തുകാരൻ അബിൻ ജോസഫ് തിരക്കഥാരൂപത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ അകക്കാമ്പ് ഒട്ടും ചോരാതെ അനുരാജ് മനോഹർ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. പ്രകടനങ്ങളിൽ ഏറെ ശ്രദ്ധേയം ടോവിനോയുടെയും അതോടൊപ്പം ബഷീർ എന്ന ഹെഡ് കോൺസ്റ്റബിളെ ആയെത്തിയ സുരാജ് വന്നാറമൂടിൻ്റെയും CIG രഘുറാം കേശവദാസ് എത്തിയ തമിഴിലെ ശ്രദ്ധേയ താരം ചേരൻ്റെയുമാണ്. അതോടൊപ്പം ഭൂസമര ലീഡറായി എത്തിയ ആര്യ സലീമിൻ്റെയും നായിക വേഷത്തിലെത്തിയ പ്രിയംവദയുടെയും ടോവിനോയുടെ അമ്മ വേഷത്തിലെത്തിയ റിനി ഉദയകുമാറിൻ്റെയും താമി എന്ന ആദിവാസി പോരാളിയായി എത്തിയ പ്രണവ് തിയോഫിൻ്റെയും പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. വർഗീസ് എന്ന പോലീസുകാരൻ്റെ എല്ലാ ധർമ്മസങ്കടങ്ങളും നിസ്സഹായാവസ്ഥയും മാനസിക വ്യാപാരങ്ങളുമൊക്കെ ടോവിനോ മികച്ച രീതിയിൽ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം സുരാജ് വന്നാറമൂടിൻ്റെയും ആര്യ സലീമിൻ്റെയും പ്രേക്ഷക മനസ്സിൽ നിറയ്ക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളാണുള്ളത്. ചേരൻ്റെ മലയാളത്തിലെ ആദ്യ ചിത്രം കൂടിയാണ് നരിവേട്ട. പ്രണവ് ഉൾപ്പെടെ ആദിവാസി കഥാപാത്രങ്ങളായി ചിത്രത്തിൽ എത്തിയിരിക്കുന്ന താരങ്ങളുടെയും അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങളും ചിത്രത്തിൽ എടുത്തു പറയേണ്ടതാണ്. വിപ്ലവി വീര്യം നിറഞ്ഞു നിൽക്കുന്ന സിനിമയുടെ സെക്കൻഡ് ഹാഫിലെ ഓരോ രംഗങ്ങളും ശ്വാസമടക്കി പിടിച്ചിരുന്ന് കണ്ടിരുന്നു പോകും വിധമാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിംഗിൾ ഷോട്ടിലുള്ള ഉള്ളിലൊക്കുന്ന ക്ലൈമാക്സും ചിത്രത്തെ മറ്റൊരു തലത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സേനയിലെ പുഴുകുത്തുകളും ഉള്ളുകളികളും സംഘർഷങ്ങളുമൊക്കെ ചിത്രം തുറന്നു കാണിക്കുന്നുണ്ട്. ഇന്ത്യ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ, ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയുടെ ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത് വിജയാണ്. സിനിമ സംസാരിക്കുന്ന രാഷ്ട്രീയത്തിനൊപ്പം സമരത്തിൻ്റെ തീവ്രതയൊക്കെ ഏറെ ആഴത്തിൽ ഹൃദയസ്പർശിയായ വിധത്തിൽ സിനിമയുടെ ഒഴുക്കിനനുസരിച്ച് ക്യാമറ ചലിപ്പിക്കാൻ ഛായാഗ്രഹന് സാധിച്ചിട്ടുണ്ട്. സിനിമ ആവശ്യപ്പെടുന്നത് മാത്രം എടുത്തുകൊണ്ട് അളന്നു മുറിച്ചുള്ള ഷമീർ മുഹമ്മദിലെ എഡിറ്റിങ്ങും എടുത്തു പറയേണ്ടതാണ്. സിനിമ സംസാരിക്കുന്ന വിഷയവും കഥാപാത്രങ്ങളുടെ തീവ്രതയും ആന്തരിക സംഘർഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും അതോടൊപ്പം കഥയുടെ ഗൗരവം പ്രേക്ഷകർക്ക് അനുഭവമാകുന്ന വിധത്തിലും ഉള്ളതാണ് ജെക്സ് ബിജോയ് ഒരുക്കിയിരിക്കുന്ന സംഗീതം. ടോവിനോയിലൂടെ കരിയറിലെ തന്നെ ഒരു പൊൻതൂവലാണ് നരിവേട്ട എന്ന് നിസ്സംശയം പറയാം.